വിളിക്കടി. അമ്പലത്തിൽ പോയി ഞങ്ങളെല്ലാം വിളിച്ചങ്ങ് ഇരുത്ത്, എല്ലാം നശിക്കട്ടെ. നമ്മുടെ നാശവും നന്മയൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാ. മനസ്സ് നന്നായില്ലെങ്കിലേ ആരും നന്നാവില്ല. കൈ ഇങ്ങനെ തരിച്ചു വരിക. അതുകൊണ്ട് ഭഗവാനെ കണ്ടിട്ടാണ് വരുന്നെങ്കിൽ അവിടുത്തെ പ്രസാദം കൊണ്ട് നീ അകത്തേക്ക് കയറിപ്പോ നോക്ക്. കൈ തരിച്ചാലും ദേഷ്യം അടക്കി പിടിച്ചിരിക്കാനേ നിങ്ങളെ കൊണ്ട് പറ്റൂ. എന്നെ തല്ലോ വേദനിപ്പിക്കുകയോ ചെയ്താല് പിന്നെ എന്ത് സംഭവിക്കുമെന്ന് രണ്ടാൾക്കും അറിയാലോ. എന്റെ കവിളത്ത് പാട് കണ്ട പിന്നെ പ്രതികരിക്കുന്നത് ഞാനായിരിക്കില്ല, എന്റെ മോളും മരുമോനും ആയിരിക്കും. അമ്മയെ തല്ലണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അച്ഛന്റെ മുത്തശ്ശിയുടെ ഒക്കെ നേർക്ക് നേരെ നിന്നാണല്ലോ ഇപ്പൊ അമ്മ സംസാരിക്കുന്നത്. ആ ധൈര്യം അമ്മക്ക് എവിടുന്നാ കിട്ടിയത്? അവിടുന്ന് തന്നെ, അവളുടെ മരുമോന്റെ മോളുടെ അടുത്തുനിന്ന് തന്നെ. ഞാനങ്ങ് ഒതുങ്ങുന്ന മോളെ. നമ്മളായിട്ട് ഇനി അവളുടെ ദേഹത്ത് കൈവച്ചാ അവൾ ഇവിടുന്ന് അങ്ങ് ഇറങ്ങി പോകും. മോളുടെ കല്യാണം കഴിയുന്നതിന് മുമ്പാണെങ്കിൽ അങ്ങനെ പോയാൽ അവക്ക് കയറി ചെല്ലാൻ ഒരു ഇടമില്ല. ഇപ്പോ മരുമോന്റെ വീടുണ്ട്, അതല്ലെങ്കിൽ മരുമോൻ ഒരുപാട് വീടുകളും വില്ലകളും ഒക്കെ ഈ നാട്ടിൽ തന്നെ കെട്ടിപ്പൊക്കിയിട്ടില്ലേ? അവിടൊക്കെ അവക്ക് പോയി താമസിക്കാമല്ലോ. അങ്ങനെ വന്നാലേ ഈ വീടിനകത്ത് ഒരു ജോലിക്കാരിയെ വെക്കണ്ടേ? വെക്കണ്ടേ? അടുക്കള പണിക്കും വീട് അടിച്ചു തൂക്കാനും ഒക്കെ ഒരാൾ വേണ്ടേ? അതുകൊണ്ട് തൽക്കാലം അവൾ അവിടെ കിടന്നങ്ങ് ചലച്ചോട്ടെ. പക്ഷെ ചില നേരത്തെ അവളുടെ സംസാരം കേൾക്കുമ്പോണ്ടല്ലോ എനിക്ക് പൊട്ടിക്കാനാ തോന്നുന്നു കേട്ടോ. ആ തോന്നൽ എനിക്കും ഉണ്ട് അമ്മേ. പിന്നെ അമർഷ ഉള്ളി അടക്കി പിടിച്ചോണ്ട് നടക്കുക ഞാൻ. എന്താടാ പെട്ടെന്നിങ്ങ് പോന്നേ? ഇവിടെ വെച്ച് ഞാനൊന്ന് കയർത്ത് സംസാരിച്ചല്ലോ, അതിനുള്ള തിരിച്ചടി വന്നു. നല്ല ഒന്നൊന്നര തിരിച്ചടി. എന്തു പറ്റിയടാ? നിന്നെ ജോലിന്ന് പിരിച്ചുവിട്ടോ? എടാ, ഉള്ള ജോലി നിന്റേത് പോയോന്ന്? ജോലിയൊന്നും പോയിട്ടില്ല. ഇവന്റെ ക്യാബിനിൽ നിന്നൊന്ന് മാറേണ്ടി വന്നു. എന്നുവെച്ചാൽ ആ ക്യാബിനിൽ വേറെ ആരും കയറ്റിയിരുത്തിട്ടില്ല. അമ്മയുടെ വയറ്റി പറഞ്ഞ ഒരാൾ തന്നെയാ ഇപ്പൊ അവിടെ ഇരിക്കുന്നത്. അമ്മയുടെ ഇളയ മകൾ. പറഞ്ഞാ കേട്ടില്ലേ? എന്റെ കസേരയിൽ ഇപ്പൊ ഇരിക്കുന്നതേ മഞ്ജുവാ. 2 കല്യാണം കഴിച്ചവൾക്ക്, വഴിതെറ്റി പോയ ഒരുത്തരോടെ ഇറങ്ങിപ്പോയവൾക്ക് അവളുടെ ഏട്ടനും ഏട്ടത്തെയും കൊടുത്ത പാരിതോഷികം GM-ന്റെ കസേര. എടാ, ഇത് നിന്റെ ദാമ്പത്യം തകർക്കാനായിട്ട് ദേ ഇവനും ഇവന്റെ ഭാര്യയും കൂടി ചെയ്തതാടാ. അത് അമ്മ പറയാതെ തന്നെ എനിക്കറിയാം. ഇങ്ങനെ ദാമ്പത്യ ജീവിതം തകരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനു മുമ്പേ എന്നെയും കരുണയും വേർപിരിക്കാൻ നോക്കുക. അവൾ ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞാലേ അവള് പിന്നെ എനിക്ക് ഒരു വിലയും തരത്തില്ല അമ്മേ. അല്ലെങ്കിൽ അവളുടെ മുമ്പിൽ നിനക്കിപ്പോ വലിയ വിലയാണല്ലോ. അവൾ ഇങ്ങോട്ട് കയറി വന്നിട്ടേ ഇവനുമായിട്ട് ബെഡ്റൂമിലോട്ട് പോലും പോവാതെ ധൃതിയിൽ പോയപ്പോഴേ എനിക്ക് തോന്നി അതത്ര നല്ല പോക്കല്ലാന്ന്.
ഇവൻ ഞങ്ങളെ അടച്ചാക്ഷേപിച്ചത് കേട്ടിട്ട് ഞങ്ങളെടുത്ത തീരുമാനമൊന്നും അല്ലത്. ഞാനും മഹിയും കൂടെ നേരത്തെ എടുത്ത തീരുമാനം അത്. കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നവര് വിശ്വസ്തരായിരിക്കണം. അങ്ങനെ ഒരു വിശ്വാസം നിനക്കും അമ്മാവനും തരാൻ പറ്റില്ല. അതുപോലെ തന്നെ മേഘനും. അതുകൊണ്ടാ നിങ്ങളെ എല്ലാരെയും ഇപ്പം ബിസിനസ്സിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്തായാലും വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണല്ലോ ഇപ്പൊ ബിസിനസ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഫിനാൻസിയേഴ്സും കൺസ്ട്രക്ഷൻ കമ്പനിയും ജ്വല്ലറി എല്ലാം ഇപ്പോ മഹാലക്ഷ്മിയുടെ നിയന്ത്രണത്തിലല്ലേ. അതിന്റെ ബലം ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എടാ, 12ാമത്തെ വയസ്സിലെ ആ വലിയ ആക്സിഡന്റിന് ശേഷം ഞാൻ അനുഭവിക്കാവുന്നത് മുഴുവൻ അനുഭവിച്ചടാ. എന്റെ അച്ഛനെ അമ്മയെ നഷ്ടപ്പെട്ടതിനപ്പുറം വലിയൊരു തിരിച്ചടി എനിക്ക് കിട്ടാനില്ല. പിന്നെ ഇത്രയും നാള് പകുതി ഉടലുമായിട്ടാണ് ഞാൻ ജീവിച്ചത്. എനിക്ക് ശരിക്കും ചലനശേഷി ഉണ്ടെന്ന് തോന്നി തുടങ്ങിയത് മഹി എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം. അത്രയും മതി. അതിനപ്പുറം സന്തോഷമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. വലിയൊരു ധീരകൃത്യം ചെയ്തിട്ട് അവളിങ് ഓടിയെത്തി. ഇവന്റെ കസേരയിൽ മഞ്ജു ഇരിക്കുമ്പോ അതിന്റെ പേരില് അവര് രണ്ടാളും തമ്മിലൊരു തർക്കം ഉണ്ടാവുന്ന എനിക്കറിയായിരുന്നു. അതൊഴിവാക്കാനാ ഞാൻ ഓടിപ്പോയത്. എന്നാൽ ഈ ചതി നിന്റെ അനിയത്തിയോട് നീ ചെയ്തല്ലോടി. അനിയത്തിയോടല്ല, അനിയത്തിയുടെ ഭർത്താവിനോടാ കാണിച്ചത്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതേ നിന്റെ അനിയത്തിയെ തന്നെയാ. നീ ടൂറ് പോയതിന്റെ പേരില് ഇവനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാ അവളിപ്പോ അവളുടെ തറവാട്ടിൽ പോയി നിൽക്കുന്നത്. അങ്ങനെയുള്ളവള് ഇവനെ കമ്പനിന്ന് തരം താഴ്ത്തിയെന്നും കൂടെ അറിഞ്ഞാ, അതും നീ ഇവനെ ശിക്ഷിച്ചെന്നറിഞ്ഞ കരുണയ്ക്ക് സഹിക്കാൻ പറ്റൂടി. ക്യാബിൻ മാറ്റി ഇരുത്തിന്ന് കരുതി ഇവന്റെ ശമ്പളത്തിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇപ്പൊ എത്ര കൊടുക്കുന്നുണ്ടോ അത് ഇനിയും കൊടുത്തോണ്ടിരിക്കും. കേട്ടല്ല, പിന്നെ ഇനി ആരും കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. കരുണയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധമാണ് കിട്ടിയത്. എന്നിട്ട് ആ ബന്ധത്തിൽ അവൾ തൃപ്തി അല്ലെങ്കിൽ അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ. അല്ലെങ്കിൽ അവൾ ബന്ധം പിരിഞ്ഞിട്ട് അവക്ക് യോഗ്യനായ ഒരുത്തനെ കണ്ടെത്തട്ടെ. താമടം. അത് തന്നെയാണ് നിങ്ങളുടെ ഇവരുടെ ആവശ്യം. എന്തൊക്കെ സംഭവിച്ചാലും കരുണ എന്നെ വിട്ടുകളയാൻ പോകുന്നില്ല. മുമ്പ് ഇവരുടെ കുടുംബത്തിൽ വെച്ച് അനുഭവിച്ച വേദനയ്ക്കാ ഇവരിപ്പോ തിരിച്ചടി കൊടുത്തോണ്ടിരിക്കുന്നത് കരുണയ്ക്ക്. അവളുടെ അടിമയായിട്ട് ജീവിച്ചതിന്റെ പ്രതികാര ഇവരിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാ ഇതിന്റെയൊക്കെ അവസാനം ഞാനും അമ്മയും പറയുന്നത് തന്നെ സംഭവിക്കും. വെളുക്ക ചിരിച്ചോണ്ട് ഇവര് നിങ്ങളെ കഴുത്ത് അറുക്കും വേണ്ട. ആർക്കുന്നെങ്കിൽ അറുത്തോട്ടടാ. നീ കയറിപ്പോടാ. ഇനിയും കൂടുതൽ സംസാരിച്ച ഉള്ള ജോലിയും കൂടെ നിനക്ക് നഷ്ടപ്പെടും. ഈ വീട്ടിൽ നിന്ന് നീ വെളിയിലാവും. പറഞ്ഞില്ലെന്ന് വേണ്ട. സ്വന്തം ഏട്ടനെ ഏട്ടത്തെയൊക്കെ കൊല്ലാനായിട്ട് മേഘനും കരുണയുടെ അച്ഛനും ഒക്കെ കണ്ണിൽ കണ്ട ഗുണ്ടകളെയൊക്കെ വിട്ടപ്പോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ നീ നിന്റെ അമ്മയും കൂടെ ചെയ്തത്. ആംബുലൻസിൽ ഞങ്ങളെയൊക്കെ കൊണ്ടുവരുന്നത് കാണാനായിട്ടല്ലേ നീയും അമ്മയെ ആഗ്രഹിച്ചത്. അങ്ങനെയുള്ളവരോട് ഞങ്ങൾ ഇത്രയും സിമ്പതി കാണിച്ച പോരെ. മറ്റേതെങ്കിലും വീടായിരുന്നെങ്കിൽ നീ ഇവരും ഇപ്പൊ ഇവിടെ ഉണ്ടാവുമായിരുന്നോ? കാരുണ്യം നശിച്ചു പോകാത്തോണ്ടാ കരുണ കാണിക്കുന്നത്. അതൊരു ബലഹീനതയായി കാണരുത് രണ്ടാളും. മഞ്ജു നന്മയിലേക്ക് വന്നപ്പോ അവക്ക് അർഹിക്കുന്ന സ്ഥാനം കൊടുത്തു ഞാനും ഇയാളും കൂടെ. നാളെ നീയും ആ നിലയിലേക്ക് ഉയർന്ന നിനക്ക് ഉയർച്ച ഉണ്ടാവും. അല്ലെങ്കിൽ ഇനിയും നീ താഴേക്ക് പോവും. അത് നീ ഓർത്തു വെച്ചോ. പുറമേ കാണുന്ന സാധുവായൊരു സ്ത്രീ അല്ല നിങ്ങൾ. നിങ്ങളുടെ ഉള്ളിൽ മൂർച്ചേറിയൊരു കത്തിയുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ കീറി മുറിക്ക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരൊക്കെ. അമ്മേ, എന്നെ ആരെന്ത് പറഞ്ഞാലും ഞാനത് സഹിക്കും. ഇയാളെ പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും വലിയ വില കൊടുക്കേണ്ടി വരും. ആദർശം മുറുകെ പിടിച്ച ഒരു അച്ഛന്റെ മോനാ ഞാൻ. അതുപോലെ തന്നെ ആദർശവും സത്യസന്ധതയും കൈമുതലാക്കി കൊണ്ടു നടക്കുന്ന ഇയാളെ പോലൊരു പെൺകുട്ടിയുടെ ഭർത്താവാണ് ഞാൻ. അത് മറന്നു പോകരുത് ആരും. മോളെ, മൊബൈൽ അടിക്കുന്നത് കേട്ടില്ലേ? പിന്നെന്താ എടുക്കാത്തത്? ആരാ മോളെ വിളിച്ചത്? ആരായിരിക്കും? ഉണ്ണിയാണോ? അപ്പൊ മനസ്സിലായല്ലേ? വിവാഹബന്ധം വേർപെടുത്തിയാല് എങ്ങനെ പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാം എന്നതിനെ പറ്റി അറിവുള്ളവര് പറയുന്നത് കേട്ടോണ്ടിരിക്കായിരുന്നു. ആ സമയത്ത് അയാള് വിളിക്കുന്നത്. മോളെ, ഉണ്ണിയേക്കാൾ നല്ലൊരു പയ്യനെ നിനക്ക് കിട്ടാൻ പ്രയാസ. അവന് എന്താ ഒരു കുറവ്? അയാൾക്ക് എന്താ ഒരു മെച്ചം? അയാൾക്ക് അയാളുടെ ചേട്ടനോടൊപ്പം നിൽക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിഞ്ഞില്ലെങ്കിലും വേണ്ട, അതിനടുത്തെങ്കിലും അയാൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കാതെ മോളെ. ഉണ്ണിക്കൊപ്പം ചേർന്ന് നിന്നിട്ട് ഉണ്ണി തിരുത്തയല്ലേ വേണ്ടത്. അവന്റെ സ്വഭാവം മാറിയാൽ തന്നെ കണ്ണനും ലക്ഷ്മിയും അവന് വേണ്ടതൊക്കെ കൊടുക്കില്ലേ? അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. കണ്ണനെ മാത്രമല്ല, അമ്മയുടെ മൂത്ത മോളെയും താണു വണങ്ങി നിന്നാൽ ഭിക്ഷ എന്നോണം സ്ഥാനമാനങ്ങൾ കൊടുക്കും, പൈസയും കൂട്ടിക്കൊടുക്കും. അങ്ങനെ അവൾക്ക് താഴെ ജീവിക്കാനല്ല ഞാൻ അയാളുടെ ഭാര്യ ആയത്. ഇവിടെ ഈ വീട്ടില് എനിക്ക് താഴെ ജീവിച്ചവള് എന്നും അങ്ങനെ തന്നെ ജീവിക്കണം, അവളുടെ മരണം വരെ. അങ്ങനൊരു കാഴ്ച കാണാൻ കഴിയാത്തിടത്തോളം കാലം എനിക്കിനി ഉണ്ണിയേട്ടനെ ഭർത്താവായിട്ട് വേണ്ട. ഇപ്പോ മോൾക്ക് മോളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഉണ്ട്. അവരുടെ കാലശേഷം ഈ ആത്മവിശ്വാസം മോൾക്കുണ്ടാവണമെന്നില്ല. അവരുടെ കാലശേഷം ഞാൻ തൂങ്ങിച്ചത്തോളാം. അവർക്കൊപ്പം ഞാൻ പൊയ്ക്കോളാന്ന്. അപ്പൊ പ്രശ്നം തീരില്ലേ? അമ്മയുടെ മോൾക്കും മരുമോനും ഒപ്പം സുഖത്തോടെ സന്തോഷത്തോടെ ജീവിച്ചോ. അടുത്ത ജന്മമെങ്കിലും മക്കളെ 2 തട്ടിൽ കാണുന്ന ഒരു അമ്മയുടെ മകളായിട്ട് ജനിക്കരുതെന്ന എന്റെ ആഗ്രഹം. ഞാൻ എപ്പോഴാ മോളെ അങ്ങനെ കണ്ടിട്ടുള്ളത്? എപ്പോഴും, ഏത് നേരവും. അമ്മയ്ക്ക് അമ്മയുടെ ആദ്യ ഭർത്താവിന്റെ മകളെ മതി. അവളുടെ സുഖത്തിനും സന്തോഷത്തിനും അപ്പുറം അമ്മയ്ക്ക് ഒരാനന്ദവും ഇല്ല. അതുകൊണ്ട് എന്നെ ശാസിക്കാനും ഉപദേശിക്കാനും എന്റെ മുന്നിലോട്ട് വരണ്ട. കഴിവതും മോളുടെയും മരുമോന്റെയും കൂടെ പോയി താമസിച്ചാലേ അത്രയും നല്ലത്. പിന്നെ അവളെ സ്നേഹിക്കുന്ന എന്റെ അമ്മയുടെ മുഖവും എനിക്ക് കാണേണ്ടി വരില്ല. ഇനി എന്തേലും പറയാതെ ഇവിടുന്ന് പോയിക്കൂടെ അമ്മയ്ക്ക്?
എഴുന്നേറ്റിരിക്കുകയാണോ? എന്തു പറ്റിയടോ? എന്താന്നറിയില്ല കണ്ണേട്ടാ, നെഞ്ചിനകത്തൊരു വല്ലാത്ത ഭാരം അനുഭവപ്പെടുന്നുണ്ട്. ശ്ശോ. അയ്യോ, നല്ല ചൂടുണ്ടല്ലോ. ഉള്ളില് പനിയുണ്ടെന്നാ തോന്നുന്നേ. എന്നാ പിന്നെ നമുക്ക് തോമസ് വൈദ്യന്റെ വീട് വരെ ഒന്ന് പോയാലോ? ഇപ്പോഴോ? എങ്ങനെ പോവും? കണ്ണേട്ടന് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? അതൊന്നും ഒരു വിഷയമല്ലടോ. ഡ്രൈവറെ വിളിച്ചാ പോരെ? അയാൾ വരില്ലേ? ഈ രാത്രിയിൽ എന്തായാലും വേണ്ട കണ്ണേട്ടാ. എടോ, താൻ നന്നായിട്ട് വിയർക്കുന്നുണ്ടല്ലോ. അയ്യോ, ചെറിയ തോതില് തല ചുറ്റുന്ന പോലെ തോന്നുക. എന്നാ പിന്നെ ആലോചിച്ച സമയം കളയണ്ട, നമുക്ക് ഉടനെ പുറപ്പെടാം. ഈ രാത്രി ഇനി തോമസ് സാറിന്റെ വീട്ടിലേക്ക് പോകണ്ട. ഇവിടെ അടുത്ത ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോവാം. ഞാൻ ഡ്രൈവറെ വിളിക്കട്ടെ? വേണ്ട കണ്ണേട്ടാ. എന്നാ നാളെ രാവിലെ തോമസ് സാറിന്റെ വീട്ടിലേക്ക് പോയാൽ മതി. ദേ, രാവിലെ ആവുമ്പോ അഭിപ്രായം മാറ്റരുത്. ഒരുമാതിരിപ്പെട്ട തളർച്ചയാണെങ്കിൽ താനത് ഒരു കാരണവശാലും അറിയിക്കില്ല. ഇവിടെ എന്തോ കാര്യമായിട്ട് തനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനൊന്നും ഇല്ല കണ്ണേട്ടാ. വാ കിടക്കാം. കിടന്നിട്ട് ഉറക്കം വരാത്തോണ്ടല്ലേ എഴുന്നേറ്റിരുന്നത്? ഒന്ന് വന്ന് കിടക്കണ്ടേ കണ്ണേട്ടാ? വാ. വാ. നല്ല ചൂടുണ്ട് കേട്ടോ. പനിയുണ്ട്. എന്നാ പിന്നെ ഞാനൊരു ചുക്കാപ്പി ഇട്ട് തരട്ടെ? ഈ രാത്രിയിൽ ഇനി ഒന്നും വേണ്ട, നാളെ രാവിലെ ആവട്ടെ. എന്നാ പിന്നെ ഉറങ്ങാൻ നോക്ക്. നന്നായിട്ടൊന്ന് ഉറങ്ങിയാൽ ചിലപ്പോൾ ക്ഷീണമൊക്കെ മാറിയേക്കും. ആ ടൂറൊക്കെ പോയിട്ട് ഇപ്പോഴാണ് വരുന്നേ? അല്ല, ഒരു വിളിയില്ലായിരുന്നല്ലോ, ഒരു വിവരവും ഇല്ലായിരുന്നു. അതുകൊണ്ടല്ലേ സാറേ നേരിട്ട് വന്നേ. പിന്നെ ഇത്തവണ സാറിന്റെ സഹായം വേണ്ടത് എനിക്കല്ല, ഇയാൾക്ക്. മോൾക്ക് എന്തു പറ്റി? എന്താണെന്ന് അറിയില്ല സാർ. ഇയാൾക്കൊരു അവശത, നല്ല തളർച്ചയുണ്ട്. ഇടയ്ക്ക് വോമിറ്റും ചെയ്തു. എന്തു പറ്റി മോളെ? എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഇന്നലെ മുതലാ നല്ല തളർച്ച തോന്നിയത്. നല്ല തലചുറ്റലുണ്ട്. അധികം യാത്രയൊന്നും ചെയ്യാത്ത ആളാണല്ലോ. അങ്ങനെയുള്ള ഒരാള് മകരമാസത്തിൽ പോയത് മൂന്നാറിലെ തണുപ്പിലേക്കല്ലേ? ആ, കാലാവസ്ഥ മാറിയ ശരീരത്തിനും ചില മാറ്റങ്ങളുണ്ടാവും. ഞങ്ങൾ പോയി മടങ്ങി വന്നിട്ട് കുറച്ച് ദിവസം ആയല്ലോ സാർ. പോയിട്ട് വരുമ്പോഴൊന്നും ഇയാൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ മുതലാ ഇയാൾക്ക് ക്ഷീണമൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങിയത്. ഒരുമാതിരിപ്പെട്ട അവശതയൊക്കെ ഉണ്ടെങ്കിൽ ഇയാൾ പുറത്തു പറയില്ല. പക്ഷെ ഇപ്പോ കാര്യമായിട്ട് എന്തോ ഉണ്ട്. എന്നാ പിന്നെ കാര്യമായിട്ട് നോക്കിക്കളയാം, വാ. സാറിനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഡബിൾ ഓക്കെയാ ചേട്ടാ. മൂന്നാറിലെ കുന്നുകളൊക്കെ ഞാൻ നിസ്സാരമായിട്ടാ ചവിട്ടി കയറിയത്. മല കയറിയിട്ട് വന്നതല്ലേ? 18ാം പടി ചവിട്ടി അയ്യപ്പ ദർശനവും കഴിഞ്ഞു. അതുകൊണ്ടിനി ഒരിക്കലും കണ്ണന്റെ കാലുകൾ പണിമുടക്കില്ല. ഇരിക്ക്, മോൾ ഇങ്ങോട്ടിരിക്ക്.
ഒന്ന് വാ തുറന്നേ. നാക്കൊന്ന് നീട്ടിയേ. ആ കയ്യൊന്നെടുത്തേ.